ഹായ് മക്കളെ. അപ്പോൾ എല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ? അപ്പം ഞാൻ നാളെ രാവിലെ ചായ ഇട്ടിട്ടുണ്ട്, കുടിച്ചില്ല, കുടിക്കാൻ പോകുന്നു. പിന്നെ നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന പുട്ടും മാമ്പഴവും കണ്ട, പഞ്ചസാര ചൂട് പുട്ടാട്ടോ, നല്ല സോഫ്റ്റ് ചൂട് പുട്ടായതാണ്. ചൂട് പുട്ടും മാമ്പഴവും പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പിന്നെ ചൂട് ചായയും. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാം. രാവിലെ നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കീരയുടെ തൈയൊക്കെ പിടിച്ച് പെഴുത് മാറ്റി നട്ട്, സ്ഥലമൊക്കെ വളരെ കുറവാണ്, ഉള്ളതിനകത്തൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ ചായയും പുട്ടും കഴിക്കാൻ പോവാം. നിങ്ങളൊക്കെ രാവിലെ ആഹാരം കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ രാവിലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്ന് കമൻറ്റിലിടണേ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോയി, എനിക്ക് നല്ല വിശക്കുന്നു. ഞാൻ കഴിച്ചിട്ട് തരാം. അപ്പം ഞാൻ ഇന്നലെ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നേ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഒരു വീട്ടിൽ കപ്പയ്ക്ക, ഇരട്ടയുടെ കപ്പയ്ക്ക, നല്ല സൂപ്പർ കപ്പയ്ക്ക, ഇരുന്ന് പോലെ ഇരിക്കുന്നു. അപ്പോൾ അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ 2 തന്നു. അപ്പം അമ്മ കാണിച്ചു തരാം. കണ്ട നല്ല സൂപ്പർ കപ്പയ്ക്ക ഉണ്ടാ, 2 ഉണ്ട്. അപ്പോൾ നമുക്കിത് പഴുക്കാൻ, ഒന്നുകൂടെ നല്ലോണം പഴുക്കാൻ വേണ്ടി നമുക്കിത് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. പേപ്പറിൽ പൊതിച്ച് വെച്ചാൽ നല്ലോണം പഴുക്കും കേട്ടോ, പെട്ടെന്ന് പഴുത്ത് കിട്ടും. നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞതാ ഇങ്ങനെ വെക്കാം. 2 നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ അതൊന്ന് പഴുത്ത് കിട്ടും. കണ്ട, ഇത് 2 പഴുക്കാൻ വെക്കട്ടെ. അല്ല, നമ്മൾ കടയിൽ നിന്ന് വരിക്കച്ചക്ക വാങ്ങിച്ചത്, ഒരു കുഞ്ഞ് വരിക്കച്ചക്ക, പക്ഷെ അത് പഴുത്തിട്ടില്ല. പഴുത്തില്ലെന്ന് തോന്നുന്നു, മണമൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞിട്ട് നോക്കാം പഴുത്തോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ എങ്ങാനും നോക്കാം. അമ്മ ഇത് പഴുപ്പിക്കാൻ വെക്കട്ടെ. അപ്പോൾ നമ്മൾ മെനയാതൊരു ചക്ക പൂളാണ്, കുഞ്ഞു ചക്ക. പുളി സൂപ്പർ മധുരം, വന്നാൽ അടിപൊളി മധുരം. പഴുക്കേണ്ട സൂപ്പർ മധുരം. ഞാൻ ഫുള്ളിന് തിന്നതാ. കണ്ടോ, നല്ല മധുരം. തേൻ വരച്ച ചക്ക ഭയങ്കര ടേസ്റ്റ്. അപ്പം ഇന്നിപ്പോൾ പുളി തിന്നാൻ പോവാം. എന്നിട്ടുള്ളൊരു ബാക്കി പണികൾ. സൂപ്പർ, നല്ല മധുരം. അപ്പം ഞാൻ പുളി കഴിക്കട്ടെ. അപ്പോഴേ ഇന്ന് മീനൊന്നും മേടിച്ചില്ല. അപ്പം നമുക്ക് ഇന്ന് അമ്മ 2 കിഴങ്ങെടുത്തിട്ട് വേണ്ടേ ഇച്ചിരി വെഴുക്ക് വരട്ടാനായിട്ട് വെള്ളം ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മുട്ട ഉണ്ടാകും. എന്നാലും അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കോഴി ഇട്ട നാടൻ മുട്ടയാണ്, കുഞ്ഞു മുട്ട ഉണ്ടാകും. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറി വെക്കാം. സവാള, ഒരു തക്കാളി, ഇത് നാടൻ തക്കാളി നമ്മൾ വീട്ടിൽ പിടിച്ച് നടത്തും. നമ്മളെ വീട്ടിൽ പിടിച്ച കുഞ്ഞ് അരിയില്ലാത്ത തക്കാളി വേണ്ട, നമ്മളെ വീട്ടിൽ പിടിച്ച ബേക്കറി, നമ്മൾ വീട്ടിൽ പിടിച്ച മുളക്, പിന്നെ 2 വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം നമുക്ക് ആദ്യം ചട്ടി വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റായി ചോറിനാണ് കേട്ടോ. അപ്പം വെളുത്തുള്ളി ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട്. ഇതിന് 2 വെളുത്തുള്ളി ഞാൻ ഈ കിഴങ്ങിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്യാസല്ലേ അത്. അപ്പം ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. ആ വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ സവാള, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള എന്താ, ഇതിന് സവാളയും വെളുത്തുള്ളികളാണ് നല്ല മൂക്കണം. നല്ലതെന്ന് ഒരുപാടല്ല, ഒരു മിനിമം പരുവാകുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇടണേ, വാട്ടിയെടുക്കട്ടെ. ഇത് ഉപ്പിടട്ടെ, ഉപ്പ്. സവാള പെട്ടെന്ന് വഴറ്റി ഇച്ചിരി ഉപ്പ് നീരൊക്കെ ഒഴിക്കാം കേട്ടോ. നല്ല കറിയായത്. ഇത് മുട്ട പൊട്ടിച്ച് വേണോ, മുട്ട താളിച്ച് വേണോ, അങ്ങനെ വേണമെങ്കിൽ ഈ കറി നമുക്ക് പറയാം. മുട്ട പൊട്ടിച്ച് വെച്ചതെന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിന് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ചോറിനാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ, ഇത് നമുക്ക് അതിനകത്തോട്ട് ഈ ഒരു തക്കാളിയും ഒരു മുളകും കറിവേപ്പിലയും ഇടാം. കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ തോനെ ഇടുക, എനിക്കിഷ്ടമാണ് കറിവേപ്പില. അത് തോനെ ഇടും. എല്ലാം നാടൻ കറിവേപ്പില. ഇത് സവാള മാത്രമേ ഉള്ളൂ. സവാള വെളുത്തുള്ളി നമ്മൾ വെളിയിൽ വെച്ചോക്കെ നമ്മളെ വീട്ടിൽ
തക്കാളിയും പച്ചമുളകും കറിവേപ്പില വീട്ടിലില്ല, അത് അപ്പുറത്തെ വീട്ടിൽ സാധിക്കും. അത് ഉപ്പ് കറക്റ്റിട്ടാണ്. അപ്പോൾ ഇത് വാടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. നല്ല കറി വരും കേട്ടോ. ഉണ്ടാക്കുന്ന ആയിരിക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. കുറേ മഞ്ഞപ്പൊടി, കിഴങ്ങിലോട്ട് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം. കുക്കറിനകത്ത് എല്ലാവർക്കും മീനൊക്കെ കിട്ടിയാണ്. ഒരുപാട് മുഴുക്കൊന്നും വേണ്ട, ഒരു മീനോ നല്ല ടേസ്റ്റാണ്. എന്താ നമ്മളെ കെട്ടിപ്പിടിച്ച തക്കാളിക്കകത്ത് അരിയില്ല, കുഞ്ഞു തക്കാളിയായിരുന്നു, അരിയില്ല, ഭയങ്കര കട്ടി, നല്ല രസമുണ്ട് തക്കാളി കാണാൻ. ഭയങ്കര കട്ടി തക്കാളിക്കല്ല, മാംസമുണ്ട്, അരിയില്ല. വേണ്ട സവാള അപ്പം പെട്ടെന്ന് ഉപ്പും ഇട്ടപ്പോൾ പെട്ടെന്ന് വാസന ഇത്ര ഈ പരുവൊക്കെ ആവാവൂ. ഇത് കുഞ്ഞിപ്പിക്കുള്ളൂ. അത് നമ്മളെ രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി കൊടുക്കുന്ന മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മുളക് പൊടി നമ്മൾ ഇതിനനുസരിച്ച് മുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ സ്പൂൺ ഇടുന്നു. സ്വല്പം ഉലുവാപ്പൊടി ഇടുന്നു. കുരുമുളക് പൊടിയോ മസാലപ്പൊടിയോ രണ്ടുപേർക്കിടാം. ഞാൻ മസാലപ്പൊടി ഇട്ടടിച്ച് അപ്പത്തിന് ചപ്പാത്തി മസാലപ്പൊടി ഇട്ടാൽ ഇഷ്ടമാണ്, പക്ഷേ ഇതിന് മസാലപ്പൊടി ഇഷ്ടമല്ല. ഇത് കുറച്ച് വെള്ളമാണ്. ഇത് നല്ല മൂക്കറി. ഇത് വേണ്ടവർക്ക് അതെടുത്തും കിടയിൽ നല്ല എരിവുള്ളൊരു പച്ചമുളക് അമ്മ ഇട്ടിട്ടുള്ള അമ്മ വീട്ടിൽ നീലമുളക്, അതുകൊണ്ട് അമ്മ അങ്ങനെ എടുത്തായിരുന്നു. നമുക്കത് അതാ എല്ലാം ഭയങ്കര വന്നതാണ്. ഇത് ഈ എരി മതി എനിക്ക്, അതുകൊണ്ടാണ്. എരി വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എരിയിലനുസരിച്ച് ഇടാം. ഇത്തിരി വെള്ളം, ഇത്ര വെള്ളം, ഇത്ര വെള്ളത്തിൽ ഇതൊന്ന് തിളയ്ക്കണം. ഇപ്പം എല്ലാം കറക്റ്റാണ്. കറിവേപ്പില നമ്മൾ ആവശ്യമില്ലാതെ ഞാൻ എൻ്റെ ടേസ്റ്റിനാണ് ഞാൻ ഇതെല്ലാം ഇട്ടേക്കുന്നത്. ഒരിച്ചിരി ഉപ്പ് കൂടെ, ഇച്ചിരി ഉപ്പ് കൂടെ. അപ്പം നമ്മുടെ കറി കാട്ടെ കണ്ടാ അല്ല തിളച്ചത് കുറുക്കിയിട്ടുണ്ട്. ഈ പരുവയാവും. ഈ കുറുക്ക ആകുമ്പോൾ നമ്മൾ തീ കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് മുട്ട ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് ആ മഞ്ഞൾക്കൊരു ഇളവാത്ത രീതിയിൽ പൊട്ടിച്ച് വയ്ക്കണേ. അതാണ് ടേസ്റ്റായിട്ട്. കണ്ടോ ഞാൻ പൊട്ടിച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മൾ കണ്ടോ ഇത് നമ്മൾ ഈ അരപ്പുണ്ടല്ലോ, ഈ അരപ്പ് ഈ മഞ്ഞക്കറിൻ്റെ മുകളിലോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ഈ അരപ്പ് ഇങ്ങനെ നിർത്തിടണം. അപ്പോൾ ആ മുട്ടയുടെ മഞ്ഞയ്ക്കകത്തൊക്കെ നല്ല എരി പിടിക്കും. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ സൂപ്പറാട്ടോ. എനിക്ക് പക്ഷേ ഇത് ചോറിനോട് കഴിക്കുന്നത് ഇഷ്ടം. എന്തോ എനിക്ക് ചോറിന് കഴിക്കുന്നത് ഇഷ്ടം. ഇതെല്ലാത്തിനും അടിപൊളി. എന്താ മഞ്ഞക്കറിനകത്തെല്ലാം എന്താ എരിയായിട്ടുണ്ട്. ഇനി അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ കടന്നിൽ വയ്ക്കണം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റാവും. ഒരു പകുതിയാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പം ഇത് ചെറുതായിട്ടൊന്നും അത് കടന്ന് വേകട്ടെ. അപ്പം നമ്മുടെ കറിയൊക്കെ ഉണ്ടതാ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഇനി നമുക്ക് തിരിച്ചിടാം. ഈ പരുവാകുമ്പോൾ നമ്മൾ തിരിച്ചിടാം. ഗ്രേവി ആകത്തില്ല കേട്ടോ, ഇങ്ങനെ എടുക്കുന്ന ടേസ്റ്റ്. എന്നിട്ട് ഈ മസാലകളെല്ലാം ഈ മുട്ടയുടെ പുറത്തോട്ട് വാരിയിടണം. കണ്ടോ ഇതും തിരിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. അത് അരപ്പ് വേണമെന്നുള്ളവർ അരപ്പോട് കൂടി എടുക്കാം. എനിക്ക് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം. കണ്ടോ ഇച്ചിരി കൂട്ടിയിട്ട് ആ ഒരു ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഓഫ് ചെയ്യാം. ഇനിയുണ്ട് പണി, കിഴങ്ങ് വെന്തിട്ടില്ല. അപ്പം കിഴങ്ങൂടെ വേവിച്ച് വിരിക്കും പരത്തി ഞാൻ ഇനി ചോറുണ്ണാൻ പോവുക. അപ്പോഴേ എല്ലാവരും രാത്രി ആഹാരം കഴിച്ചോ? അമ്മ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്കൂടെ മീൻ പോയി കേട്ടോ. നല്ല നെത്തോലി മത്തിയായിരുന്നേ. കണ്ട നല്ല സൂപ്പർ മത്തി, എന്താ നല്ല അടിപൊളി നെത്തോലി. അപ്പം അമ്മ മാങ്ങ ഉണ്ടായിരുന്നേ, വേണ്ടേ കണ്ട മാങ്ങയും കാന്താരി മുളകും എല്ലാം ഇട്ട് തേങ്ങ അരച്ച് വേണ്ട നമ്മുടെ കറി സൂപ്പറായിട്ട് ഇവിടെ സെറ്റായി. കണ്ട കറി സെറ്റായി. അപ്പം
വിചാരിച്ച് കറിക്ക് രാത്രിത്തേക്ക് ഒരു കപ്പയും പുഴുങ്ങി. കണ്ടോ, നല്ല സൂപ്പർ വെന്ത കപ്പയും ഈ മീൻ കറിയാണ് അപ്പം രാത്രി ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം എല്ലാം രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം എല്ലാ മക്കളും കപ്പയോ തേങ്ങ അരച്ച മാങ്ങ ഇട്ട മത്തി നെത്തോലി കറിയാണെങ്കിൽ വന്നാലാ നല്ല അടിപൊളി കോമ്പിനേഷന് തരാം. അപ്പം ഞാനിത് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പം എല്ലാ മക്കളും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.